എന്താണ് BJP-കാരെ നിങ്ങൾ ഇങ്ങനെ? നിങ്ങളിപ്പോ പാടി നടക്കുന്ന വികസനങ്ങളൊക്കെ കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ ഈ കേരളത്തിൽ? ഉണ്ടോ? എങ്കിൽ പറ, എവിടെ വികസനം? ഇവിടെ ഇല്ലേ? ഓക്കെ, ക്രെഡിറ്റ് എവിടെ? അത് ഭദ്രമായിട്ട് പോക്കറ്റിലുണ്ടല്ലേ. ഇതിപ്പോ എന്താ കഥ? സ്വന്തമായിട്ട് ഒരു വികസനവും ചെയ്യാൻ പറ്റില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ലെന്നും BJP-ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കേരള സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് അങ്ങ് ഏറ്റെടുക്കുക. കേരളത്തെ ഇടത് സർക്കാരിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൂ, എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ തരൂ എന്ന് പറയുന്ന BJP ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ അധികാരമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നാണല്ലോ കുറെ കാലമായിട്ട് നിങ്ങൾ പറഞ്ഞു നടന്നതും ഇപ്പോൾ പറഞ്ഞു നടക്കുന്നതും. ഓക്കെ, എങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കിട്ടിയ 1-2 സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു? പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും നിങ്ങളുടെ കയ്യിലാണല്ലോ. എന്നിട്ട് അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഒന്ന് പറയാമോ പ്ലീസ്? വികസനത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഭരണത്തിന്റെ കാര്യം എവിടം വരെ എത്തി? പാലക്കാടിന്റെ വികസന മാപ്പിൽ അവിടുത്തെ BJP ഭരണ നഗരസഭയും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന MLA-യും ആ MLA-ക്ക് കഞ്ഞിവെച്ച മുൻ MLA-യും കൂടി എന്ത് ചെയ്തു? തെരുവ് വിളക്കുകൾ പോലും ഇല്ല ഈ പാലക്കാട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അറിയാം, ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ ശാപമോക്ഷം കിട്ടാതെ കിടക്കുന്ന ഒരു മുനിസിപ്പൽ സ്റ്റേഡിയവും, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശം ടൗൺ ഹാൾ, അത് ഇതേ പാലക്കാടാണ്. പിന്നെ അവിടെ നല്ല ഒരു ബസ് സ്റ്റാൻഡോ റോഡോ എന്തെങ്കിലും ഉണ്ടോ? അവിടുത്തെ MP-യും കൊള്ളാം, MLA-യുടെ കാര്യം വീണ്ടും ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ പന്തളത്തും പാലക്കാട്ടും ജയിച്ചതിന്റെ പിറ്റേ മാസം തുടങ്ങിയ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും ഇന്നും അവസാനിച്ചിട്ടില്ല. പന്തളത്ത് അവിശ്വാസ പ്രമേയം വരെ നേരിടേണ്ടി വന്നു. തമ്മിൽ തല്ലിയെന്ന ഈ ക്രിയാത്മക വികസനമല്ലാതെ വേറൊരു മാറ്റവും ഈ 2 നഗരസഭകളിലും BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. റിസൾട്ടോ സമ്പൂർണ്ണ പരാജയം. നഗരസഭ മാത്രമല്ലല്ലോ, ഈ രാജ്യം തന്നെ നശിപ്പിക്കുകയല്ലേ നിങ്ങൾ. എന്നിട്ടും ഇല്ലാത്ത വികസനങ്ങളും ചെയ്യാത്ത വികസനങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ പറയാനുള്ള നിങ്ങളുടെ ആ ഉളുപ്പില്ലായ്മ. ഡൽഹിയിൽ വായുമലിനീകരണം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞു ആം ആദ്മി പാർട്ടി കഴിവുകെട്ട പാർട്ടിയാണ്, അതുകൊണ്ടാണ് ഈ ദുരവസ്ഥയെന്ന്. എന്നാൽ ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നത് നിങ്ങളാണല്ലോ. എന്താണ് അവിടുത്തെ വായുവിന്റെ അവസ്ഥ? ആളുകൾ ശുദ്ധവായു ശ്വസിക്കാൻ പാടുപെടുകയല്ലേ. നിങ്ങൾക്കൊരു അവസരം വന്നപ്പോൾ മിടുക്ക് തെളിയിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല? നിങ്ങളുടെ ഈ നാശോന്മുഖ വികസന മാതൃക എല്ലായിടത്തും ദ്രോഹം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. കേരള സർക്കാരിന്റെ വികസന പദ്ധതികളെല്ലാം കേന്ദ്രത്തിന്റെ ദാനമാണെന്ന നിങ്ങളുടെ വാദം. ഭവന പദ്ധതിയിൽ തുച്ഛമായ തുക മാത്രം മുടക്കിയിട്ടും പദ്ധതി കേന്ദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞു നടക്കുന്ന MP-മാരും കുറെ ശിങ്കിടികളും. എന്നിട്ട് വീടിന്റെ മുന്നിൽ പ്രധാനമന്ത്രിജിക്കോ ധന്യവാദ് എന്ന ഫ്ലെക്സ് ഒട്ടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ഒരു തട്ടിപ്പാണ് 2036-ലെ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമാക്കുമെന്ന വാഗ്ദാനം. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പച്ചക്കള്ളമാണെന്നത് വ്യക്തമാണ്. നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഗുജറാത്തിലെ അഹമ്മദാബാദിനെ ഒളിമ്പിക്സ് വേദിയാക്കാൻ ശുപാർശ ചെയ്ത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് രേഖകൾ കൈമാറിയ കാര്യം കേരളത്തിലെത്തിയപ്പോൾ സൗകര്യപൂർവ്വം നിങ്ങൾ അങ്ങ് മറന്നു. അതേസമയം ഒരു ഒളിമ്പിക്സ് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അല്ല, ഇവിടെ മൈബ്രണ്ട് വന്നപ്പോൾ കേന്ദ്രത്തിന്റെ കഴിവുകേടുകൾ മറക്കാൻ പാവങ്ങളുടെ കുടിലുകളും അവരുടെ ദുരിത ജീവിതവും മതിലും കൊണ്ട് മറച്ചവരാണല്ലോ നിങ്ങൾ. ഇനി എന്തൊക്കെ മറച്ചു വയ്ക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.